ആ കവി കുമാരനാശാന്റെ ഒരു പദ്യത്തോടുകൂടെ ഇന്നത്തെ എന്റെ പ്രസംഗത്തിന് ഇവിടെ പരിസമാപ്തി കുറിക്കാം ഇൻഷാ അല്ലാഹ്. കുമാരനാശാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. ആശാന്റെ മറുപടി പറയുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. ആശാൻ പറയുന്നു, എങ്ങനെയാ ഇസ്ലാമിങ്ങൾ ഇവിടെ അങ്ങനെ ഉണ്ടായത് ഇത്ര തോനെ? അട്ടും വിലക്കും വഴി അട്ടും മറ്റും ഈ കൂട്ടർ സഹിച്ച് പൊറുതി മുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയാൽ താനെ കെട്ടുകഴിഞ്ഞ നമ്പൂരി മതം കേരളത്തിങ്കൽ മുസൽമാൻ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൽക്കടലിൽ ചീറും തിരകൾ കടന്നോരിമലയ മേറിയ വന്നവരേറെയില്ല എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ടരേഴ് ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനെത്തി ചാരത്തിടുന്നിട ചുറ്റും പേടിക്കണ്ട നമ്പുരാരെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുള്ളാത്തൊരിങ്ങിന് വട്ടല്ല കോജാതിക്കോ മരങ്ങൾ എന്നാര് പറയണു? കാലകുമാരനാശാൻ ഫീ കിതാബി ദുരവസ്ഥ. ദുരവസ്ഥ എന്ന കിതാബില് കുമാരനാശാൻ എന്ന് പറയുന്ന മലയാള കവി പറയാണ്, മുസ്ലിമീങ്ങളെ, ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, മതമുള്ളവരെ, നിരീശ്വരവാദികളെ, മനുഷ്യനായി പറന്ന ഭാരതീയരെ, മലയാളികളെ, കുമാരനാശാൻ പറയാണ്, ഈ കാണുന്ന കാക്കമാരും കാക്കച്ചുമാരും വൈദ്യന്മാരും തങ്ങന്മാരും കുട്ടികളും മക്കളൊക്കെ ഇവിടെ ഉണ്ടായത് ഓരോ ആദ്യന്മാരും മുന്നിട്ട് ഇങ്ങനെ ജനറേഷൻ വർദ്ധിപ്പിച്ചതല്ല. ഇവിടെ ആള് കൂടാനുള്ള കാരണം എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ടരേഴച്ചറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനെത്തി ചാരത്തിടുന്നിട ചുറ്റും പഠിക്കണ്ട നമ്പുരാരേ. ഇസ്ലാം മതത്തിലേക്ക് കയറി വന്നാൽ, ഒരു ചെറമച്ചക്കൻ പോയി മുസ്ലിമായി വന്നാൽ, മിനിഞ്ഞാന് തമ്പ്രാനെ കാണുമ്പോ ഉടുമുണ്ടെടുത്തിട്ട് കക്ഷത്തിൽ ചിരിക്കിങ്ങനെ നിന്നിരുന്നോൻ ആചാരം മുമ്പിലും ചെസ്റ്റും വിരിച്ചിങ്ങനെ നടക്ക, ഏത് തങ്ങളിപ്പാപ്പാന്റെ മുമ്പിലും ചെസ്റ്റ് വിരിച്ചുകൊണ്ടിരിക്കാനുള്ള ഇത്ര വലിയ ജനാധിപത്യ സോഷ്യലിസം ലോകത്ത് ഊന്നിപ്പറയുന്ന ഒരു മതം ലോകത്ത് ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്ന് കാലകുമാരനാശാൻ. വീണ്ടും കുമാരനാശാൻ പറയാണ്, ചിറും തിരകൾ കടന്നോരിമലയ മേറിയ വന്നവരേറെയില്ല എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട രേഴച്ചറൂമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനെത്തി ചാരത്തിടുന്നിട ചുറ്റും പേടിക്കണ്ട നമ്പുരാരെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോ തമ്മിലുള്ളാത്തൊരിങ്ങിനെ ഒട്ടല്ല കോജാതിക്കോ മരങ്ങൾ. ലോകത്ത് ഇസ്ലാം അങ്ങനെയാണ് വളർന്നു വന്നത്. സ്നേഹമാണ് ഇസ്ലാമിന്റെ മരുന്ന്, വിനയമാണ് ഇസ്ലാമിന്റെ മരുന്ന്. ഒരൊറ്റ ചരിത്രത്തോടുകൂടെ ഞാൻ എന്റെ പ്രഭാഷണത്തിന് തിരശീല വീഴ്ത്തുകയാണ്. നമ്മൾ ആയുധം നിലത്ത് വെക്കൂ കുട്ടികളെ. വാളും കഠാരയും കുന്തമൊക്കെ വലിച്ചെറിയൂ. റസൂലുള്ള പ്രവർത്തിച്ച മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ. ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. മദീനയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഒന്നുറക്കെ പറഞ്ഞോ, ദിഗന്ധങ്ങളെ ഭേദിക്കുമാർ ഉച്ചത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു അസർ നിസ്കാരത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇങ്ങനെ നടക്കും. അത് റസൂലുള്ളാഹിന്റെ പതിവാണ്. അസറിന്റെ ശേഷം ലോകത്തിന്റെ നേതാവിനെ പറ്റി നിങ്ങൾ കേൾക്കണ്ടേ. മദീനയിലെ പർച്ചേസിങ്ങിന് വന്നപ്പോൾ മദീനയുടെ അങ്ങാടിയിൽ ഒരു കിളവി പെണ്ണിങ്ങനെ നിൽക്കുകയാണ്. ആ കിളവി പെണ്ണതാ വിളിച്ചു പറയാണ്, അല്ലയോ കൂലിക്കാരെ, യൂണിയന്മാരെ, യൂണിയന്മാരെ. അന്ന് യൂണിയൻ ഇല്ലാത്ത കാലമാണ്. കൂലിക്കാരെ വരൂ, എന്റെ ഈ വിറക് കൊട്ടൊന്ന് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കിത്തരൂ എന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൂവിക്കൊണ്ടിരിക്കുകയാണ് ഒരു പെങ്ങള്. ഒരാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം അവളുടെ സൗന്ദര്യം വീണ് പോയിരിക്കുന്നു.
ചുളിയൊക്കെ ചുക്കിച്ചുളിഞ്ഞു പോയിരിക്കുന്നു, തള്ളശ്ശിയായിരിക്കുന്നു. ചെറുപ്പക്കാരിയാണെങ്കിൽ കേൾക്കാൻ ആളുണ്ടാകും, തള്ളശ്ശി വിളിക്കും, അങ്ങോട്ടാരും മെയിൻ ചെയ്യുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ അടുത്ത് എന്ന് ചോദിച്ചു, എന്താ പ്രോബ്ലം, എന്താ കാര്യം പറ. ആ പെങ്ങള് പറഞ്ഞു, മോനെ ഈ കാണുന്ന വിറക് കെട്ട് ഒന്ന് ഏറ്റി എന്റെ പുറയിൽ കൊണ്ടുവന്ന് തരണോ, എന്ത് പൈസ വേണമെങ്കിലും കൂലി തരാം. ഞാൻ മണിക്കൂറായി മദീനയിൽ വെയിലും കൊണ്ട് നിൽക്കുന്നു, ഒരാളെ വിളിച്ചിട്ടും അത് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് നീ വിറകൊന്ന് ചുമന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുത്തൊന്നു പറയാതെ ആ വിറക് കെട്ടങ്ങ് ചുമന്നു. കിളവിത്തള്ള മുന്നിൽ നടന്നു. കൂലിക്കാരനായി റഹ്മത്തുൽ ലിൽ ആലമീൻ പിറകിലങ്ങ് നടക്കുന്നു. കുറച്ചങ്ങ് നടന്നപ്പോ ഈ തള്ള ചോദിക്കുകയാണ്, മോനെ നീ ഒരു നല്ല കുട്ടിയാണ് ട്ടോ, മദീനയില് നിന്നെപ്പോലെ ഹൃദയശുദ്ധിയുള്ള ഒരൊറ്റാളും കാണില്ല. കാരണം ഞാൻ മണിക്കൂറായി റോഡ് സൈഡിൽ നിന്ന് ഈ വിറക് ചുമക്കാൻ ആളെ തെരയുന്നു. ആവശ്യപ്പെട്ട കൂലി കൊടുക്കാന്ന് പറഞ്ഞു ഒരു കള്ളനും എന്റെ വാക്ക് കേൾക്കണില്ല. കാരണം ഞാൻ വയസ്സായ ഒരു തള്ളയാണല്ലോ. ചെറുപ്പക്കാരികളാണ് വിളിച്ചതെങ്കിൽ വരാൻ ആളുണ്ടാവും. അപ്പോഴാണ് നീ വന്നത്. എന്റെ ഹൃദയം വല്ലാത്ത ഹൃദയമാണ്. അതുകൊണ്ട് മോനെ, എന്റെ സ്വന്തം മോനെ പോലെയാണ് നിന്നോട് എനിക്ക് സ്നേഹം തോന്നുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ഒരു ചെറിയ കാര്യം നിന്നെ ഓർമ്മപ്പെടുത്താനുണ്ട്. മോനെ, നീ കേട്ടിട്ടുണ്ടോ മക്കയിൽ നിന്ന് ഒരു കള്ളനബി മദീനയിൽ വന്നതായി കേട്ടിട്ടുണ്ടോ? അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കമഹരി ഒരക്ഷരം മിണ്ടിയില്ല. ഈ വൃദ്ധ തന്നെ പറയുകയാണ്, മോനെ, ഒരു കള്ളനബി നമ്മുടെ ദൈവങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞ് ആരാധനകളൊക്കെ തകിടം മറിച്ച് പാരമ്പര്യ വിശ്വാസങ്ങളൊക്കെ തൂത്തുവാരി ഒരു പുതിയ മതത്തിന്റെ അവതാരകനായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെപ്പോലത്തെ സാധുക്കൾ അവന്റെ കെണിവലയിൽ പെട്ടുപോകാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, ആ കള്ളന്റെ കെണിയിൽ പെട്ടുപോകരുത് കുഞ്ഞേ. ഈ വല്ലുമ്മ പറയുമ്പോ റഹ്മത്തുൽ ലിൽ ആലമീനായ നബിതങ്ങൾ ഒരക്ഷരം മുരിയാടാതെ കിളവിയുടെ പിറകെ വിറകും കെട്ടും ചുമന്നുകൊണ്ട് നടന്നു വീടിന്റെ പടി വരെ. വീടിന്റെ പടിക്കലങ്ങ് വിറക് കെട്ടി ഇറക്കി മാന്യമായി അത് വീട്ടിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ഇനി ഞാൻ പോകട്ടെ എന്ന് പറയുമ്പോ ആ വയസ്സായ വൃദ്ധ പറയാണ്, മോനെ അങ്ങനെ പോകാൻ പറ്റോ? കാശ് കൊടുക്കാന്ന് പറഞ്ഞ് ചെയ്യാൻ ആളില്ലാത്ത ജോലി നീ വെറുതെ ചെയ്യണോ? ഇതാ നിനക്ക് ചുമട്ടുകൂലി പിടിച്ചോ എന്ന് പറഞ്ഞ് കുറച്ച് ദീനാറുകൾ എടുത്തോ. നബി തങ്ങളുടെ നേരെ ആ വയസ്സ് നീട്ടിയപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, വേണ്ട പെങ്ങളെ, ഇത് കൂലിക്ക് വേണ്ടി ചെയ്തതല്ല, ഇതൊരു സഹായം മാത്രമാണ്. ഇത് കേട്ടാ പെണ്ണ് ആശ്ചര്യഭരിതയായി. കാരണം മദീനയിൽ ആദ്യത്തെ സംഭവമാണിത്. ഇങ്ങനെ ഇന്നേ വരെ ഒരാളും പറഞ്ഞിട്ടില്ല. ആ പെണ്ണ് ചോദിച്ചു, മോനെ, ഇത്രയും നല്ല ആൾക്കാരൊക്കെ മദീനയിലുണ്ടോ? നീ എവിടുത്തുകാരനാണ്? നിന്റെ പിതാവിന്റെ പേരെന്താണ്? നിന്റെ കബീല ഏതാണ്? തറവാട് ഏതാണ്? വീടേതാണ്? നാടേതാണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വൽപ്പം നേരം മുമ്പേ നിങ്ങളൊരു കള്ളനെ പരിചയപ്പെടുത്തിയിട്ടില്ലേ? ഒരു കള്ളനവിനെ പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. ആളുടെ വാക്ക് കേൾക്കരുതെന്ന് പറഞ്ഞ ആ മുഹമ്മദ് എന്ന് പറയുന്ന ആള് ഞാനാണ് പ്രിയപ്പെട്ട ഉമ്മ. ഇതങ്ങ് പറയുമ്പോ ആ കിഴവി രണ്ട് കയ്യും തലയിലങ്ങ് വെച്ചിട്ട് പറയാണ്, ഓ മുഹമ്മദാ, ഒരൊറ്റേളർച്ചയോടെ റസൂലുള്ളാഹിന്റെ കാലിന്റെ ചോട്ടിലങ്ങ് വന്നു വീണു. അവിടുന്ന് സ്വൽപ്പനേരം കരഞ്ഞ് കരഞ്ഞ് നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, അന്ത ശംസുൽ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹുസ് സുദൂരി. പറഞ്ഞത് തിരിച്ചെടുത്തു, മോനെ, വഅന്നക റസൂലുള്ളാഹ്, നീ അള്ളാന്റെ റസൂലാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു.
അങ്ങനെയാണ് എതിരാളികളെ സംസ്കരിക്കേണ്ടത്, അല്ലാതെ വാളും കത്തികൊണ്ടുമല്ല എന്ന്. വിനയത്തിന്റെ ഭാഷയിൽ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ഉദാഹരണം, ഇസ്ലാമിന്റെ ചരിത്രം നോക്കണം കുട്ടികളെ. 4 മലയാള പുസ്തകം വായിച്ചിട്ട് ഇസ്ലാമിനെ ലോകത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കരുത്. ഭീഷണിയുടെ സ്വരത്തിൽ നമ്മൾ സംസാരിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഭീഷണിപ്പെടുത്തുന്നവന്റെ കൽബിൽ ഈമാനില്ലെന്ന് ഖാല റസൂലുള്ളാഹ്. അതുകൊണ്ട് ഭീഷണി മുസ്ലിമീങ്ങൾക്ക് പറ്റിയതല്ല, ഏഷണി മുസ്ലിമീങ്ങൾക്ക് പറ്റിയതല്ല. നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കേണ്ട